ഒരേ സമയം ജീവന്റെ താളം കണ്ടെത്താൻ സ്റ്റെതസ്കോപ്പും, ചിത്രങ്ങൾക്ക് ഭാവം പകരാൻ പെയിന്റിംഗ് ബ്രഷും, ശില്പങ്ങൾക്ക് ജീവൻ പകരാൻ ഉളിയും കയ്യിലെടുക്കുന്ന ഒരു ഡോക്ടറുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ, ഡോക്ടർ രമേശൻ. മെഡിക്കൽ സയൻസിനൊപ്പം കയ്യെഴുത്തിനും അതുപോലെ തന്നെ ചിത്രരചനയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ഡോക്ടർ ഈ ഡോക്ടേഴ്സ് ഡേയിൽ അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരാളാണ്. സ്കൂൾ പഠനകാലം മുതൽ ചിത്രരചനയിലും ശില്പനിർമ്മാണത്തിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം വരിച്ചിരുന്ന ഡോക്ടർ രമേശന് കല എന്നത് കേവലം ഒരു വിനോദമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാണ്. MBBS പഠനകാലത്തെ തിരക്കുകൾക്കിടയിലും സംഗീതം അഭ്യസിച്ച അദ്ദേഹം പഠനത്തിൻ്റെ ഇടവേളകളിൽ ഈണം മൂളിയും ആശുപത്രിയിലെ ചടങ്ങുകളിൽ പാട്ടുപാടിയും സഹപ്രവർത്തകരുടെയും രോഗികളുടെയും പ്രിയങ്കരനാകുന്നു. അനുരാഗിണി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി, അതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമി. 2 വർഷം മുൻപ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ 6 അടി ഉയരമുള്ള അർദ്ധകായ പ്രതിമ ഡോക്ടർ രമേശന്റെ കരവിരുതിൽ വിരിഞ്ഞതാണ്. ചെന്നൈയിലും മലേഷ്യയിലും നടന്ന ചിത്രപ്രദർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ഡോക്ടർമാരുടെ കുറിപ്പടികൾ വായിക്കാൻ പാടാണെന്ന പൊതുധാരണയെ തിരുത്തിക്കുറിക്കുകയാണ് ഡോക്ടർ രമേശൻ. രോഗികൾക്കും ഫാർമസിസ്റ്റുകൾക്കും ഒരുപോലെ പ്രിയങ്കരനാകുന്നത് അദ്ദേഹത്തിന്റെ മനോഹരമായ കൈയെഴുത്തുകൊണ്ടുകൂടിയാണ്. വലിയ ക്യാപിറ്റൽ അക്ഷരങ്ങളിൽ ആർക്കും വ്യക്തമായി വായിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം മരുന്നുകൾ എഴുതുന്നത്. പല മരുന്നുകളുടെയും പേരുകളിൽ നേരിയ വ്യത്യാസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് എഴുത്തു വ്യക്തമല്ലെങ്കിൽ മരുന്നു മാറിപ്പോകാനും ചികിത്സ തെറ്റാനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കൈയെഴുത്ത് നന്നായാൽ രോഗിയുടെ തലയിലെഴുത്തും നന്നാകുമെന്ന് ഡോക്ടർ ചെറുപുഞ്ചിരിയോടെ പറയുമ്പോൾ അതിൽ രോഗികളോടുള്ള കരുതലിന്റെ വലിയൊരു സന്ദേശമുണ്ട്. കൈയെഴുത്ത് നന്നായാൽ തലയിലെഴുത്ത് നന്നാകും. അത് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് കൂടി പറയുന്നതാണ്. അവരുടെ കൈയക്ഷരം നന്നാക്കണം എന്നുള്ളത് കൊണ്ട് ഈ കവിത എപ്പോഴും വിദ്യാർത്ഥികളോട്, നമ്മുടെ കൂടെ ഉള്ള മറ്റു ഡോക്ടർമാരോടും പറയുന്നൊരു കാര്യമാണ്. ചികിത്സയും കലയും മാത്രമല്ല, മികച്ചൊരു അഭിനേതാവും സംഘാടകനും കൂടിയാണ് ഇദ്ദേഹം. പരിയാരത്തെ ഡോക്ടർമാരുടെ സംഘടനയായ ആർസ്റ്റയുടെയും ജീവനക്കാരുടെ കൂട്ടായ്മയായ ക്യാമ്പിന്റെയും ഹീമോഫീലിയ സൊസൈറ്റി കണ്ണൂർ കാസർഗോഡ് ചാപ്റ്ററിന്റെയും പ്രസിഡന്റായി മികച്ച രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന്റെ കാർക്കശ്യങ്ങൾക്കിടയിലും കലയോടുള്ള സ്നേഹവും രോഗികളോടുള്ള സ്നേഹവും കരുതലും ഇത്രമാത്രം ചേർത്ത് പിടിക്കുന്ന രമേശൻ ഡോക്ടറെ പോലുള്ള ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിന് മാതൃകയാവുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.